ഇവിടെ CI ആണോ SI ആണോ ഏത് കുന്തമാണെങ്കിൽ ഞങ്ങളെ പ്രവർത്തകരെ നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ, ഞാനിന്നിപ്പോൾ ഞങ്ങളുടെ ഒരു പ്രവർത്തകർ ബിനുവിനെ കാണാൻ വന്നിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് CPM-ന് കുറച്ച് വിഷമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അവർക്കറിയാം മെയ് 4-ാം തീയതി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സർക്കാർ ഭരണത്തിൽ ഒരു മാറ്റം വരാൻ പോകുന്നു. അതുകൊണ്ട് ആ ഒരു ഫ്രസ്ട്രേഷൻ നമ്മളുടെ പ്രവർത്തകർ അവരെ ആക്രമിക്കുക, അതിൻ്റെ ഒപ്പം പോലീസ് ചില ഉദ്യോഗസ്ഥന്മാരുടെ ഒപ്പം ഞങ്ങളുടെ പ്രവർത്തകരെ ടാർഗറ്റ് ചെയ്യാനൊരു ശ്രമം. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, യാത്രയിലായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. പക്ഷേ ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് ചെയ്യുന്നത് തെറ്റാണ്. ഭരണത്തിൽ ഇരിക്കുമ്പോൾ ഭരണ സംവിധാനത്തിന് ഉപയോഗിച്ചിട്ട് പ്രവർത്തകരെ അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതി, CPM-ന്റെ ഒരു രീതി, അത് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. അത് ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് നിർത്തും എന്ന് ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. നിയമപരമായ നടപടികൾ ഞങ്ങൾ എടുക്കും. ഇവിടെ CI ആണോ SI ആണോ ഏത് കുന്തമാണെങ്കിൽ ഞങ്ങളെ പ്രവർത്തകരെ നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ, ഈ പാർട്ടി ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്, ലോകത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഞങ്ങളത് സമ്മതിക്കില്ല. പിന്നെ ഞങ്ങളുടെ ശ്രീലേഖ മാഡമിൻ്റെ എതിരെ, സ്റ്റേറ്റ് സെക്രട്ടറി ആയ അഞ്ജനയുടെ എതിരെ കേസ് ഫയൽ ചെയ്ത് ഭീഷണിപ്പെടുത്തുന്ന ഈ രാഷ്ട്രീയം മെയ് 4-ാം തീയതി അതിൻ്റെ ഒരു സൺസെറ്റ് അത് കഴിയും എന്ന് ഞാൻ കൃത്യമായി ഇന്ന് അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഡെപ്റ്റി മേയറും അത് കറക്റ്റ്, ശ്രീലേഖ മാഡമും നമ്മുടെ സ്റ്റേറ്റ് സെക്രട്ടറി അഞ്ജനയും പിന്നെ ഡെപ്റ്റി മേയർ ആശാനാഥും അവരെതിരെ കേസും ആക്രമണവും എല്ലാം നമ്മൾ കണ്ടതാണ്. ഇത് ഡെമോക്രസിയാണ്, ജനാധിപത്യ സംവിധാനമാണ്. ഇത് ഇന്ത്യയാണ്. ഇത് റഷ്യയല്ല, ചൈനയല്ല. ഇവിടെ ആക്രമണ രാഷ്ട്രീയമല്ല, ജനാധിപത്യ സംവിധാനം നടക്കുന്ന ഒരു രാജ്യമാണ്. ഇത് ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഞങ്ങൾ മനസ്സിലാക്കി കൊടുക്കും എന്ന് മാത്രം ഞാൻ പറയുന്നത് ഇന്ന്. താങ്ക് യു. അത് നിങ്ങൾ മെയ് 4-ാം തീയതി ട്യൂൺ ചെയ്യൂ.